മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചായിരുന്നു, നിന്നെ കാണണമെന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ല്, അമ്മയ്ക്ക് നിന്നെ കാണണമായിരിക്കും എന്നും പറഞ്ഞ് രോഹിത് കൃഷ്ണമോളെ പറഞ്ഞു വിടുകയാണ്. പാവം കൃഷ്ണമോൾ ഒന്നും അറിയാതെ വളരെ സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് രോഹിത് ആണെങ്കിൽ അലീനോട് വന്ന് പറയാണ്, നീ തീർന്ന് എന്ന് പറയാണ്. അപ്പോഴേ അലീനയ്ക്ക് കാര്യം മനസ്സിലായി, എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. മാത കമലയും ഹരിയും കൂടെ അങ്ങോട്ട് വരത്തില്ലെന്ന് അലീനയ്ക്ക് അറിയാം. പക്ഷെ ഒന്നും മനസ്സിലാവാതെ കൃഷ്ണമോളാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കൃഷ്ണമോൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കമല പറയാണ്, നിന്നോട് പല വട്ടവും ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ പോയിട്ടില്ല. ഇന്ന് നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പിടിച്ചെടുക്കും, അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ പറയാണ്, അത് നിങ്ങൾ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഞാൻ ഇവിടുന്ന് പോത്തില്ല, എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അപ്പം അച്ഛൻ പറയാതെ ഞാൻ ഇവിടുന്ന് പോത്തില്ല എന്ന് തന്നെ അലീന പറയണം. ആരാ അച്ഛൻ? അങ്ങനെയുള്ള ആഗ്രഹമേ നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, അതിവിടെ നടക്കാൻ പറ്റില്ല. നിന്നെ ഇവിടുന്ന് വലിച്ചിറക്കുക തന്നെ ചെയ്യും. ഹരി അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്തേക്കാം കമല പറയുകയാണ്. ഇത് കേട്ടപാടെ ഹരിയാണെങ്കിൽ അലീനയുടെ റൂമിലേക്ക് വന്ന് ഡ്രസ്സെല്ലാം വാരി വലിച്ചങ്ങ് എടുക്കുവാണ്. അലീനയാണെങ്കിൽ ഹരി എടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഹരി എങ്ങാനും ഇറങ്ങിപ്പോകുന്നു. ഹരിയാണെങ്കിൽ എല്ലാം വാരി വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് രോഹിതിനോട് പറയാണ്, ഒരു കവറിങ് എടുക്കേ, ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി ആക്കാം എന്ന് പറയാണ്. അപ്പം അലീന ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, കവർ എടുത്തുകൊണ്ട് വരട്ട്, തുണിയല്ല വാരിക്കൂട്ടാൻ പോകുന്നത്, നിന്നെ ഞാൻ വാരിക്കൂട്ടും എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഹരിയാണെങ്കിൽ ദേഷിച്ച് ചാടി എണീച്ച് അലീനയെ അടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അലീന പെട്ടെന്ന് തന്നെ അവിടെ കിടക്കുന്നൊരു കുപ്പി പൊട്ടിച്ചങ്ങ് എടുക്കുകയാണ്. പൊട്ടിച്ചെടുത്തിട്ട് പറയുകയാണ്, ഇത് കണ്ടല്ലേ, നിൻ്റെ പള്ളയ്ക്ക് ഞാൻ കുത്തി കയറ്റും, എന്നിട്ട് നിന്നെ ഞാൻ വാരിയെടുത്ത് കവറിനകത്തിട്ടുകൊണ്ട് പോകും. ഇത് കണ്ടപ്പോഴേ കമലമ്മയും രോഹിത്തും ബബിതയും എല്ലാവരും പേടിക്കുന്നുണ്ട്. ഹരി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിലോ അതുപോലെ തന്നെ എൻ്റെ ദേഹത്തോ തൊടാൻ ആരെങ്കിലും തുനിഞ്ഞ ഇത് ഞാൻ അവരെ പള്ളയ്ക്ക് കയറ്റുക തന്നെ ചെയ്യും എന്ന് അലീന പറയുകയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് പോകണം, അതിലേ നിങ്ങൾക്ക് വേണ്ടുന്നത്, അത് ഞാനായിട്ട് തന്നെ പൊക്കോളാം, അല്ലാതെ എൻ്റെ ദേഹത്ത് തൊടാനോ എൻ്റെ സാധനത്തിൽ തൊടാനോ ഒരൊറ്റ എണ്ണം വന്നു പോവല് എന്ന് അലീന പറയണം. അപ്പോൾ കമല പറയണം, അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് പൊക്കോ, ഞങ്ങൾക്ക് നീ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ, പിന്നെ ഞങ്ങൾ പിടിച്ചിറക്കാനും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നീ തന്നെ പെട്ടെന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് കമല പറയാണ്. എന്നിട്ട് കമലയാണെങ്കിൽ രോഹിത്തിനോട് ഹരിയെടുത്ത് പറയണം, വാ ഇങ്ങോട്ട് വാ, നമുക്ക് അവിടെ പോയിരിക്കാം, അവൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നോളും എന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് കമല അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. പക്ഷേ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇവരെല്ലാം കൂടെ ആട്ടി ഇറക്കും എന്ന് അലീനയ്ക്ക് മനസ്സിലായി. പാവം അലീന അങ്ങനെ എല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് പോവാനായിട്ട് റെഡിയാവാണ്. ഈ സമയത്ത് ഒന്നും അറിയാതെ കൃഷ്ണമോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവിടെ വന്നിട്ട് അമ്മയെ കാണുന്നുണ്ട്. അമ്മയെ കാണുമ്പം അമ്മ അബോധാവസ്ഥയിൽ ഇങ്ങനെ ഐസിയുവിൽ കിടക്കുകയാണ്. വൈജയന്തിക്കാണെങ്കിൽ നല്ല ഫ്രാക്ചറൊക്കെ ഉണ്ട്. അപ്പം അമ്മയെ കയറി കണ്ടിട്ട് പുറത്ത് വരുമ്പം മനു ബാലേന്ദ്രനൊക്കെ നിൽപ്പുണ്ട്. ആഹാ, മോളോ, മോളിങ്ങ് പോരുന്നോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കണം. അച്ഛനല്ലേ വിളിച്ച് പറഞ്ഞത് അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോന്നത്, മോളോട് ഇതാര് പറഞ്ഞ് എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് രോഹിതേട്ടൻ പറഞ്ഞല്ലോ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന്, അച്ഛൻ വിളിച്ച് പറഞ്ഞെന്ന്. ഞാനങ്ങനൊന്നും പറഞ്ഞില്ലെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ മനു പറയാണ്, അലീന അവിടെ ഇല്ലയോ, അലീന ചേച്ചിയെ കളഞ്ഞിട്ട് മോളിങ്ങ് പോരുന്നു. ആ, അലീന ചേച്ചി അവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് മനുവേട്ടൻ്റെ അമ്മയും ഹരിയേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അച്ഛൻ വിളിച്ച് പറഞ്ഞല്ലേ എന്നെങ്കിലും അമ്മയെ ഒന്ന് കാണാം എന്നും പറഞ്ഞ് ഞാൻ വന്നതാണെന്ന് പറയാണ്. അപ്പം മനു ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കുന്നുണ്ട്. ബാലേന്ദ്രൻ മനുവിനോട് പറയാണ്, മനു എന്തോ പ്രശ്നമുണ്ടല്ലോ അവിടെ, നീ അത്യാവശ്യമായിട്ട് വീട്ടിലൊന്ന് പോയിട്ട് വാ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അലീന ഒറ്റയ്ക്ക് എവിടെ ഉള്ളൂ, നീ എന്തായാലും ഇപ്പം അങ്ങോട്ട് ചെല്ല്, എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ രോഹിത് അങ്ങനെ പറയത്തില്ല, നീ പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറയുകയാണ് ബാലേന്ദ്രൻ. അപ്പം മനു പറയാണ്, എന്നെങ്കിൽ ഞാൻ പോയിട്ട് വരാം അങ്കിളെ, ഞാൻ കടപ്പാട്ടൂരൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മനു പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ അലീനയാണെങ്കിൽ അവിടുന്ന് കടപ്പാട്ടൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി റോഡിൽ കൂടെ നടന്ന് വരികയാണ്. അപ്പം അലീനയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അച്ഛനറിയാതെ ഞാൻ പോയാൽ അച്ഛന് വലിയ സങ്കടമാവും, ഹോസ്പിറ്റലിലെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ, അമ്മയുടെ കാര്യം എന്തായി ഒന്നും അറിയാൻ പറ്റില്ല, എൻ്റെ ഫോണും അവരുടെ കയ്യിലായല്ലോ, അച്ഛനെ വിളിച്ച് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞതുമില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, അച്ഛൻ എന്നെ കാണാതെ വിഷമിക്കുമല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോയി അച്ഛൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് പോകാം, അതല്ലേ നല്ലത്, അല്ലെങ്കിൽ അച്ഛൻ എന്നെ കാണാതെ വിഷമിക്കും, മനുവേട്ടനും എല്ലാവരും വിഷമിക്കും, എന്താ സംഭവിച്ചതെന്ന് ആരും അറിയത്തുമില്ല എന്ന് അലീന വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. ഈ സമയത്താണെങ്കിൽ മനു കടപ്പാട്ടൂരെത്തുവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മനുവിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ചെല്ലുമ്പം തന്നെ അകത്ത് കമല അവിടെ നിൽപ്പുണ്ട്, ഇവിടെ ശിവേട്ടൻ നിൽപ്പുണ്ട്. അപ്പം മനു ആണെങ്കിൽ ഇങ്ങനെ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ഹരിയും നിൽപ്പുണ്ട്.
നിങ്ങളെല്ലാം എന്താ ഇവിടെ വന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അലീന എന്തി? അപ്പം കമല പറയാണ്, അവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടോ? എങ്ങോട്ട്? അത് അവിടുത്തെ പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് പൊക്കോണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞ്? ഞാൻ പറഞ്ഞ്, അവളെ ഇവിടെ വന്ന് ഇറക്കി വിട്ടേന്ന് കമല പറയാണ്. അമ്മയ്ക്ക് എന്താ അധികാരം ഇവിടെ വന്ന് ഈ വീട്ടിലെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ? അമ്മയ്ക്ക് എന്ത് അധികാരമുള്ളത്? അങ്കിൾ അറിഞ്ഞാൽ എന്താ അവസ്ഥ ഉണ്ടാവുമെന്ന് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശിവദാസൻ പറയാണ്, എന്തുണ്ടാവാനാ? അവൻ കുറച്ച് കിടന്ന് ചാടും, അല്ലാതെ എന്തുണ്ടാവാനാ? ആ പെണ്ണല്ലേ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട. ഞാനും കൂടെ പറിച്ചിട്ടാ കമല അങ്ങനെ ചെയ്തതെന്ന് ശിവദാസൻ പറയുകയാണ്. മനു പറയാണ്, ഇനി എവിടെ പോയി അലീനെ തിരക്കും? കമല പറയാണ്, എന്തിനാ അവളെ തിരക്കാൻ പോകുന്നത്? നീ നിൻ്റെ പാട് നോക്കിപ്പോ. അവളെ ഇനി തിരക്കേണ്ട കാര്യമില്ല. അവളെ എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. അവർ എറണാകുളത്തേക്ക് പോവുകയോ എങ്ങോട്ടെങ്കിലും പോവുകയോ ചെയ്യട്ടെ എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, ഈ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ ഇറക്കി വിടുമ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ തന്നെ കുടുങ്ങും. ഈ സമയത്ത് അങ്കിൾ ഇവിടെ ഇല്ല. അങ്കിളാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്. മാത്രമല്ല ഇവിടെ വന്ന് ഇറക്കി വിട്ടത് അമ്മയും ഇവനും കൂടെ ചേർന്നാ. കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും, അത് ഓർമ്മ വേണം. ഇനി അലീനെ പോയി എവിടെ തിരക്കും എന്നും പറഞ്ഞു മനു ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ അറിയുന്നില്ല. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണ്. ത്തേക്ക് അലീന ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അലീനയെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എന്താ മോളിവിടെ? ബാഗൊക്കെ ഉണ്ടല്ലോ, എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അത് അച്ഛാ, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആരിറക്കി വിട്ട്? ആരാ? രോഹിത്താണോ? ബബിതയാണോ? ആരാ ഇറക്കി വിട്ടെ? അവർ രണ്ടുപേരല്ല. പിന്നെ ആരാ മോളെ എവിടെ വന്ന് ഇറക്കി വിട്ടത്? എൻ്റെ വീട്ടിൽ വന്ന് ആരാ മോളെ എവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിക്കണം. അത് മനുവേട്ടൻ്റെ അമ്മയും ഹരിയും കൂടെ വന്ന് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. പിന്നെ അവർ എന്നെ പിടിച്ചിറക്കാനൊക്കെ നോക്കി. അവസാനം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറയാണ്. എൻ്റെ വീട്ടിൽ വന്ന് ഇത്രയ്ക്ക് കാണിക്കാനുള്ള ധൈര്യമൊക്കെ അവർക്ക് വന്നോ എന്ന് ബാലേന്ദ്രൻ പറയാണ്. അച്ഛാ, അവർ പറയുന്നതും ശരിയില്ലേ? ഞാൻ ആ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം മാഡത്തിനും ഈ ആക്സിഡൻ്റ് ഉണ്ടാവാനും ഒക്കെ കാരണം ഞാനല്ലേ എന്ന് അലീന പറയാണ്. എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ രാത്രി വണ്ടി എടുത്ത് പോയത്? ഞാൻ അവിടെ നിൽക്കുന്നതിനുള്ള ദേഷ്യം കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായത്? ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നല്ലോ എന്ന് അലീന ബാലേന്ദ്രനോട് പറയാണ്. അത് മോളുണ്ടായതുകൊണ്ടല്ല, അവൾ ചെയ്ത പാപത്തിൻ്റെ പങ്കാണ് ഈ കിടന്ന് അവൾ അനുഭവിക്കുന്നത്. അങ്ങനെ ഒന്നും പെട്ടെന്ന് അവൾ പോകത്തില്ല. ഈ ചെയ്ത് കുട്ടിയതെല്ലാം അനുഭവിച്ച് തീർത്തിട്ടല്ലേ അവൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയാണ്. അലീന പറയാണ്, എന്തായാലും അച്ഛാ, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ച്. എനിക്ക് വയ്യ ഇങ്ങനെ കിടന്ന് നീറാൻ. ഓരോ ദിവസം ഓരോരുത്തർ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ വരികയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഞാൻ എന്തിനാ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? ഞാൻ പോകട്ടെ അച്ഛാ, അത് തന്നെയല്ലേ എല്ലാവർക്കും നല്ലത് എന്ന് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമത്തോടെ പറയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എൻ്റെ അനുവാദമില്ലാതെ നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നീ പൊക്കോ. പക്ഷേ പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവുമായിട്ട് പിന്നെ നിനക്കൊരിക്കലും ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. അത് ഓർമ്മ വേണം. ഇനി നീ പോവാത്തതും പോകുന്നതൊക്കെ നിൻ്റെ ഇഷ്ടം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തെ അലീന, അച്ഛാ എന്താ നീ പോന്നില്ലേ? നീ പോ, ഞാൻ പറഞ്ഞില്ലേ നീ പോകുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷേ പിന്നെ ഞങ്ങളെ ആരെയും തിരക്കി നീ ഇങ്ങോട്ട് വരല്ലേ? ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.